എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് യഥാർത്ഥത്തിൽ ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ യുക്കുട്ടിയുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രമാണിച്ച് യുക്കുട്ടിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് യുക്കുട്ടിനെയും മുനസിനെയൊക്കെ ഒന്ന് എഴുന്നേപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാനുണ്ട്. അവരിപ്പോ നല്ല ഉറക്കത്തിലാണ്. യുക്കുട്ടിയും മുനസും റെഡിയായി കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ്. ദോശയും സാമ്പാറും ആണ് രാവിലെ കഴിക്കാൻ കൊടുക്കുന്നത്. ഇതാണ് ഇവക്കുട്ടിയുടെ ഡാൻസിന്റെ കോസ്റ്റ്യൂം. മേക്കപ്പ് ഒക്കെ സ്കൂളിൽ പോയിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഇട്ടിട്ട് കൊണ്ടുപോയാൽ മതി. 11 മണിക്ക് സ്കൂളിൽ എത്തണം. എന്നിട്ട് 1 മണിക്കാണ് ഡാൻസ് പ്രോഗ്രാം തുടങ്ങണത്. അപ്പോൾ കൊണ്ടുപോയാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ റിട്ടേൺ പോരും. ഈ കുട്ടി എല്ലാ ആനുവൽ ഡേക്കും പങ്കെടുക്കാറുണ്ട്. ഡാൻസിനോ മറ്റ് പ്രോഗ്രാമിനൊക്കെ അവൾ പങ്കെടുക്കാറുണ്ട്. ഡാൻസ് കളിക്കാൻ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ചേർക്കണതും. അപ്പോൾ അവൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പിള്ളേർ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഇന്ന് ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ നമുക്ക് പോയാലോ? ഈ കുട്ടിയുടെ സ്കൂളിലാക്കാൻ വേണ്ടി നമുക്ക് പോവാട്ടാ. നമ്മുടെ പൊന്നൂസും റെഡി ആയിട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ഈ കുട്ടീനെ സ്കൂളിലാക്കാൻ പോവാണ്. സ്കൂളിൽ ചെന്നിട്ട് വേണം മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ പറയാൻ വിട്ടുപോയിട്ടാ, യുക്കുട്ടി 1ാം ക്ലാസ്സിലാണ് പഠിക്കണത്. പൊന്നൂസ് അങ്കണവാടിയിലും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സ്കൂളില് ഇടവേള സമയങ്ങളിൽ കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പോ ബേക്കറിയിലോട്ട് വന്നിരിക്കുകയാണ്. അവൾക്ക് കട്ട്ലറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോ അവൾക്ക് കട്ട്ലറ്റ് മേടിച്ചു. അതും മേടിച്ച് ഞങ്ങള് സ്കൂളിലോട്ട് എത്തി. ഇതാണ് യുക്കുട്ടിയുടെ സ്കൂള്. അപ്പോ പൊന്നൂസ് യുക്കുട്ടിയും കൂടി ഇനിയിപ്പോ ക്ലാസ് റൂമിലോട്ട് പോവാണ്. ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് പോന്നാൽ മതി. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ഇനി 1 മണിയാകുമ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിലോട്ട് വന്നാൽ മതി. സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. അപ്പൊ അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഇവക്കുട്ടീനെ ക്ലാസ് റൂമിലാക്കിയിട്ട് ടീച്ചറിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ 11:30 ആ ടൈം ആയി. 1 മണിക്കാണ് ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടത്. അപ്പോ ഇവക്കുട്ടിക്ക് കട്ട്ലറ്റ് മേടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്കും കൂടി മേടിച്ചായിരുന്നു. അപ്പൊ പോണ വഴി പൊന്നൂസിന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അപ്പോഴത്തേക്കും പൊന്നൂസിന് ചെറുതായിട്ടൊന്ന് വിശന്നു. പേടയാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഉച്ചത്തെ ഫുഡ് കഴിച്ചായിരുന്നു. എന്നിട്ടാണ് പോണത്. അത് കഴിയുമ്പോൾ അവൾക്ക് മധുരം കഴിക്കാൻ തോന്നി. അങ്ങനെയാണ് പേട എടുത്ത് കഴിക്കണത്. ഈ കുട്ടിക്ക് സ്കൂളിൽ കിട്ടും കേട്ടോ ഫുഡ്. പിന്നെ ഇപ്പോ പൊന്നൂസിന് കഴിക്കാനായിട്ട് സ്നാക്സ് എടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എനിക്കും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ പോവാൻ പോവാണ് ചേച്ചിയുടെ സ്കൂളിലല്ല, ഓഡിറ്റോറിയത്തിലേക്ക്. ഇനി ബാക്കി വിശേഷങ്ങള് അവിടെ ചെന്നിട്ട്. ഇതാണ് പ്രോഗ്രാം നടക്കണ ഓഡിറ്റോറിയം. സ്കൂളിനടുത്ത് തന്നെയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് മഠമുണ്ട്. അവിടെയാണ് കുട്ടി LKG UKG ഒക്കെ പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആനുവൽ ഡേക്കൊക്കെ ഇവിടെയാണ്, ഈ സ്റ്റേജിലാണ് കുട്ടി 2 വർഷവും ഡാൻസ് കളിച്ചിട്ടുള്ളത്. ഇപ്പൊ 1ാം ക്ലാസ്സില് ആനുവൽ ഡേക്ക് ഇവിടെ കളിക്കുകയാണ് ഡാൻസ്. അപ്പോ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കട്ട വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങള്. ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. വലിയ തിരക്കൊന്നും ആയിട്ടില്ല. വേറെ പെർഫോം ഒക്കെ ചെയ്യുന്ന പിള്ളേരൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇപ്പൊ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയായിരുന്നു. പൊന്നൂസ് ആണെങ്കിലും ചേച്ചിനെ കാണാണ്ട് ആകെ വിഷമത്തിലാണ്. അപ്പോൾ ചേച്ചി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പൊന്നൂസും കൂടി യുവക്കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ടാ അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കണായിരുന്നു. ഭയങ്കര ഹാപ്പിയിലാണ് ആള്. ഗ്രൂപ്പ് ഡാൻസ് ആണ്ട്ടാ. ഞാൻ ക്ലാസ് റൂമിലാക്കിയിട്ട് പോയതല്ലേ ആണ്ട്ടാ. അവൾ ഇപ്പോഴാണ് എന്നെ കാണുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് ആള്. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ പോവരുതിട്ടാന്നൊക്കെയാണ് അവള് പറയണത്. എല്ലാ കുട്ടികളും ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടാണ് ഇരിക്കണ എല്ലാവരും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനും എൻ്റെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഒന്ന് ഓർത്ത് പോവുകയാണ്. കാരണം ഞാനും ഇങ്ങനെ പെർഫോം ഒക്കെ ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് വർത്തമാനം പറഞ്ഞ സമയം കളയണ്ട. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ.
അങ്ങനെ ഇവക്കുട്ടിയുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവക്കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു. അങ്ങനെ ഇവക്കുട്ടി സ്നാക്സ് കഴിച്ചുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ കാണുകയാണ്. ഞങ്ങൾ കുറച്ചേരം കൂടി ഇരുന്നിട്ട് ഞങ്ങൾ പോകും. ഞങ്ങളിപ്പോ ഇവക്കുട്ടിയുടെ ചെരുപ്പും ബാഗൊക്കെ നോക്കി പോവാണ്. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാംസ് ഒക്കെ കാണാനായിട്ട്. ഇവക്കുട്ടി ചെരുപ്പ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ എടുത്തതാണ് വീഡിയോ. ഇനിയും കുട്ടികള് റെഡി ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് സുന്ദരിമണികളായിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ് സ്റ്റേജിൽ കയറാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസും കൂടി കണ്ടിട്ട് ഞങ്ങള് ഇവിടെ ക്ലാസ് റൂമിൽ പോവാണ്. ക്ലാസ് റൂമിലാണ് ബാഗ് ഇരിക്കണത്. അപ്പോൾ ബാഗ് എടുക്കാനായിട്ട് പോവാണ്. ഇവരുടെ സ്കൂളിൽ ഒരു കുഞ്ഞി പാർക്ക് ഉണ്ട്. അവിടെയും കൂടി കയറി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അങ്ങനെ പിള്ളേർക്ക് 2 ജ്യൂസ് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ചായയും കൂടി കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മീൻകടയിൽ വന്നിരിക്കുകയാണ്. മീനും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ? ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.